ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങിയത് മൂന്നാറിലെ ജക്രാന്ത പൂക്കൾ കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് അവസാനിച്ചതാവട്ടെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. അതെ, നമ്മൾ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന വട്ടവടയിലാണ് ഞങ്ങളുള്ളത്. മുഴുവൻ വിശേഷങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഇറ്റ്സ് മീ ക്രിപ്സി. ഇത്തവണ ഞങ്ങൾ മൂന്നാറിലേക്ക് പോയത് തമിഴ്നാട് വഴിയാണ്. ആനമല ടൈഗർ റിസർവും ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എല്ലാം കടന്നു വേണം നമുക്ക് മൂന്നാറിലെത്താൻ. രാവിലെ യാത്ര തുടർന്ന് തമിഴ്നാട് എത്തിയപ്പോൾ പൂ വിൽക്കുന്ന ചേച്ചിയുടെ നിന്ന് പൂവൊക്കെ വാങ്ങിച്ചാണ് യാത്ര തുടങ്ങിയത്. ആനമല ടൈഗർ റിസർവിലേക്ക് കടക്കുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 2 വീലറിന് 20 രൂപയും കാറിന് 50 രൂപയാണ് ചാർജ്. വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ കാടിന് നടുവിലൂടെയുള്ള യാത്ര വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭാഗ്യമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി. മൂന്നാറിൽ ജക്രാന്ത പൂക്കളൊക്കെ പൂത്ത് നിൽക്കുകയാണ്. സത്യം പറയാലോ, ഈ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത് അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ്. മൂന്നാറിന് ഞങ്ങൾ നേരെ പിന്നെ പോയത് വട്ടവട റൂട്ടിലോട്ടായിരുന്നു. മുൻപ് വട്ടവടയിലോട്ട് പോയവർക്കറിയാം, അതിമനോഹരമായ ഒരു റൂട്ട് തന്നെയാണത്. റോഡിൽ ഓരോ വളവുകൾ തിരിയുമ്പോഴും കാണുന്ന കാഴ്ചകളൊക്കെ വ്യത്യസ്തമായിരുന്നു. പിന്നെ നമുക്ക് അവിടെയും ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളൊരു അടിപൊളി സ്പോട്ടിലെത്തി. പറയാൻ വാക്കുകളിൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങളെ അവിടെ ആദ്യം വരവേറ്റത് ഇവനായിരുന്നു. ഈ നായ്ക്കുട്ടന്റെ പേര് കുട്ടി എന്നായിരുന്നു. ഇവിടെ വരുന്നവരെ ആദ്യം തന്നെ അവൻ കയ്യിലെടുക്കട്ടോ. പിന്നെ ഈ താമസ സ്ഥലത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഭംഗി കൂടി വന്നു എന്ന് വേണം പറയാൻ. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ്. വൈകുന്നേരത്ത് പിന്നെ ക്യാമ്പ് ഫയർ ആയിരുന്നു. ആദ്യമായി കാണുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞ് ഒരുപാട് സമയം ചെലവഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. രാവിലെ 6:30 ആയപ്പോൾ തന്നെ ഒരു വില്ലേജ് വാക്കിന് പോകാൻ വേണ്ടി റെഡിയായി. എവിടെ പോകണമെങ്കിലും പട്ടിക്കുട്ടനും കൂടെ ഉണ്ടാവട്ടോ. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിൽ താമസിച്ചിരുന്ന എല്ലാവരും കൂടെ വില്ലേജ് വാക്കിന് ഇറങ്ങി. വഴിയിൽ കാണുന്ന പലതരത്തിലുള്ള പഴങ്ങളൊക്കെ പറിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര കേട്ടോ. കൺമുന്നിൽ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം നടന്ന് ഞങ്ങൾ എത്തിയത് ഒരു സ്ട്രോബെറി ഫാമിലായിരുന്നു. സ്ട്രോബെറി വിളവെടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇത്. വിളഞ്ഞു നിൽക്കുന്ന സ്ട്രോബെറിയുടെ ചെടിയിൽ നിന്നും സ്ട്രോബെറി നേരിട്ട് പറിച്ച് കഴിക്കുന്ന എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. പല നാടുകളിൽ നിന്ന് വന്ന് ഒട്ടും പരിചയമില്ലാത്ത കുറെ ആളുകൾ സുഹൃത്തുക്കളായി മാറിയ ഒരു യാത്രയും കൂടിയായിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട ആളാണെന്നുണ്ടെങ്കിൽ അടുത്ത യാത്രയ്ക്ക് ഞങ്ങളോടൊപ്പം നിങ്ങളെയും ക്ഷണിക്കുക.